ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് ബൽസ്വ കാണാൻ പോവാ. തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ ബൽസ്വ ഇതെന്താ വാട്ടർ തീം പാർക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ. Yeah, that's true. It's a water theme park. La 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 la. ഇത്ര സ്പീഡ് പാടില്ല കേട്ടാ, ഇത്ര സ്പീഡ് പാടില്ല. സ്പീഡ് കൂടി. ഓ നമ്മളവിടെ The map is telling us to go straight. അയ്യോ വഴി തെറ്റിയല്ല. വേസ്റ്റ് കൊണ്ടുപോകണ വണ്ടി അതൊക്കെ. 11 മണി നേരത്താണ് നമ്മൾ എവിടെ പോകുന്നത്? നമ്മുടെ മൗണ്ടെയിൻ കാണാൻ പോകും. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കിയ മൗണ്ടെയിനാണ് ആ മൗണ്ടെയിൻ. Are we close? Are we there yet? Maybe not. അങ്ങനെ നമ്മൾ മന്ദം എത്തുകയാണ്. ഈ ഇന്ത്യൻ പതാകയും അതിൻ്റെ അപ്പുറത്ത് കാണുന്ന പരിപാടിയും നിങ്ങൾ കാണുന്നുണ്ടോ? സ്മെൽസ് ലൈക്ക് ഇന്ത്യ. ഇവിടെയൊക്കെ ആൾക്കാർ വൃത്തിയാക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. And that there, what you see is Balswa. കാണാൻ പറ്റുന്നില്ല അല്ലേ? എന്നോ ഗോപ്രോയിൽ മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. I should get some better lenses. ഓ വീടുകളുടെ പിന്നിൽ വരെ അത് വന്നെത്തി തിരമാല പോലെ വന്ന് നിൽക്കണുണ്ട്. അത് തിരമാലയാണത്. നിങ്ങൾ കാണാൻ പോകുന്ന കഥയാണ് ബൽസ്വ. ഭയങ്കരം. കൂടിയോ കുറച്ച്? ഈശ്വര, ഇവിടെയൊക്കെ പൊട്ടിയ ഈ വേസ്റ്റിൻ്റെ. ഇവിടുന്നൊരു വ്യൂ കിട്ടും അല്ലേ? ഏതാണ് ആ റോഡ്? ബൽസയുടെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. അത്ര ഉള്ളിലല്ല, പക്ഷേ അവരാ സെഗ്രിഗേഷനൊക്കെ ചെയ്യുന്ന സ്ഥലത്ത്. പക്ഷേ ഇന്ന് അവിടെ പോകാനായിട്ടുള്ളൊരു ഇതില്ല. അവിടെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. നമുക്കിത് ചുറ്റിക്കറങ്ങി കാണാം. നോ പ്രോബ്ലം ഇൻ ദാറ്റ്. പിന്നെ അത് വെള്ളം തെളിക്കുന്ന വണ്ടിയുണ്ട്. The interesting thing is that ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ വെള്ളമൊന്നുമല്ലേ തെളിച്ചുകൊണ്ട് പോണത്. അതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. മഴവില് കാണാണ്ട.
സാധനമുണ്ട്. ഇതിൻ്റെ മേലെ കൂടെ ഒരു ഉടൽ വിട്ടാലോ? പോകാൻ പറ്റുമോ? മനുഷ്യ മേലെ പോവാറ്. അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ആർക്കാണ് ഓഫ് റോഡിങ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ വരണ്ട. ഇത് കുറച്ച് സീൻസ് അല്ല. ഇത് കുറച്ച് സീൻസ് അല്ല. അങ്ങനെ നമ്മളെത്തി, ബൾസെത്തി. നമ്മുടെ പിന്നിൽ വലിയ ലോറികളൊക്കെ വരും. എന്താ ലോറിയൊക്കെ ഫുൾ ലോഡാ. ഈശ്വരാ, ഇവിടെയൊക്കെ വൻ സീനല്ലേ. ഇവിടെ ഞാൻ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ തിരിച്ചെടുക്കുമോ? തിരിച്ചെടുക്കാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് വെറ്റ് ആൻഡ് ഇറ്റ്സ് ഡർട്ടി. പിന്നെ ലോറി പോയ വഴി കൂടെ പോവാതിരിക്കുക നല്ലത്. നമുക്ക് കാണാം, ഇത് ഒരു ഈ ഹൈവേ ഒക്കെ ഒരു ശരിക്കും പറഞ്ഞ ഗാലറിയാണ് ഇവിടെ നടക്കണം. ഇവിടുന്ന് ആൾക്കാർക്ക് കാണാം. ഓ, അങ്ങനെ കെടുക്കണ ട്രക്ക്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റേ ട്രാൻസ്ഫോമേഴ്സ് പടത്തിൽ ഒരു ലാസ്റ്റ് ഒരു എപ്പിക് വില്ലൻ സീനുണ്ട്. അതിലൊരു സാധനമുണ്ട്, ഒരു 5-6-10 റോബോട്ടുകളൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു സാധനം. അതിൻ്റെ ഒരു കണക്കെ ഒരു സാധനം കാണാൻ നിൽക്ക്. പിന്നെ ഇതൊക്കെ വലിയ ഓഫ് റോഡ് ഗ്രൗണ്ട് ആക്കേണ്ടതാണ്, വലിയ GS-നും ഡെസേർട്ടെക്സിനും മൾട്ടിസ്ട്രാഡയ്ക്കൊക്കെ. അല്ല, മൾട്ടിസ്ട്രാഡ കാണുന്നില്ല. പക്ഷെ ഉണ്ടല്ലോ സീനത് സീൻ. ഞാൻ മുമ്പിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പെടും. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടാവും എന്നെ, ഞാൻ എന്ത് മൈര അതിൻ്റെ വില കാണിക്കുന്നു വിചാരിച്ചിട്ട്. പോയി നോക്കാം. വണ്ടിയുടെ ടയർ അങ്ങനെ താന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊമ്പി കണ്ട തോന്നേ. അവിടം വരെ പോയിട്ട് തിരിച്ചു വരാം. അല്ലെങ്കിൽ ആ വേസ്റ്റിൻ്റെ ഇടയിലേക്ക് പോകാനായിട്ട് എനിക്ക് അത്ര കൊതിയില്ല. പക്ഷെ മേലെ ഒരു എക്സ്കാവേറ്റർ കണ്ടോ മേലെ? അടിയിൽ കൂടി ഒരു വഴി പോകുന്നുണ്ടല്ലേ. ആ വഴി വേണമെങ്കിൽ തിരിച്ചൊക്കെ വരാം. പക്ഷേ നിങ്ങൾക്കിത് മൊത്തം റൗണ്ട് അടിച്ച് കാണിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. വാട്ട് ഇഫ് ഐ ക്യാൻ ഗോ ടിൽ ദ ടോപ്പ്? Let's see someone's gonna catch me. My tire's gonna get punctured. Yeah, a lot of things can happen. എനിക്കെന്താ അവിടെ താല്പര്യം ചോദിക്കും. quite obvious. ഈ മലകളൊക്കെ വിൻഡിനൊപ്പം ബ്രീത്ത് ചെയ്യണതാണല്ലോ അല്ലേ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, ഇളകണ് കാണാണ്ട. ഞാൻ 2 വീഡിയോസ് എടുത്തിട്ടുണ്ട് തിവാലിയുടെ. ഒന്ന് ബിൽഡിംഗ് വിത്ത് ലൈറ്റ്സ്, നൗ മൗണ്ടൻ ദാറ്റ് ഡാൻസ് വിത്ത് ദ വിൻഡ്. കൊള്ളാം. ഈ മൗണ്ടൻ കംപ്ലീറ്റ് ഉണ്ടല്ലോ, അടുത്ത് നല്ല അറിയുള്ളൂ. കാറ്റിനനുസരിച്ച് ഇവരൊക്കെ ഇങ്ങനെ തത്തിക്കളിച്ച്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മേലെ പോകണം. മേലെ പോയിട്ട് പെട്രോൾ കഴിയുക, പഞ്ചറാവുക, ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ബട്ട് എനിക്ക് തോന്നണേ
പഞ്ചറൊക്കെ ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാലും റിസ്ക് ഇട്ട് നമ്മൾ പോവുക, റിസ്ക് എടുത്ത് നമ്മൾ പോവുക. ഭഗവാനെ, എൻ്റെ മോനെ, ഓ ഇതൊക്കെ ഒന്നൊന്നര സീനാട്ടോ. ഞാനിവിടെ വീഴും. കയറി വന്നപ്പോഴുള്ള പൊടി കണ്ട, ഇവിടെ നിന്നുള്ള ട്രാഫിക് കണ്ട. Can you see all the traffic there? അത് നമ്മളെ കണ്ടു. ഓ ഇതൊരു ഭയങ്കര റിവീലിംഗ് സീനാണല്ലോ. ആപ് ലോഗ് കൈസെ ചടാ കെ ആയാ? അങ്ങനെ പിള്ളേരായിട്ടൊരു ചെറിയൊരു കോൺവെർസേഷൻ. When we are moving again. ഓ ഇതൊരു മറ്റോടത്തൊരു ഓഫ് റോഡ് ആയല്ലോ. അതൊക്കെ തട്ടിയിട്ട് ഡൽഹിയിൽ ഒരു കൊല്ലങ്ങളായിട്ടുള്ളൊരു ഇവിടെ ഒന്നും നിങ്ങളുടെ ആൾക്കാരെത്താത്തതിൻ്റെ കാരണം എന്താണെന്നറിയും? മയില് ഇവിടെയൊക്കെ ഈച്ചയാണോ? ഓ നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ കാണുന്നതൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അല്ലാട്ടാ, മയില് ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കാണില്ലല്ലോ. ഉഫ്, എന്താ പ്രശ്നം എന്നറിയോ? ഇത് മറ്റേ ഡൽഹി മറ്റേ ഹയസ്റ്റ് ഡൽഹി എന്നൊക്കെ പറയുന്ന സ്ഥലമല്ലേ, അതുപോലെയാണ്. ഇവിടെയും ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ബ്രീത്ത് ചെയ്താൽ ചത്തുപോവും. മറ്റടുത്ത് ബ്രീത്ത് കിട്ടില്ല, ചത്തുപോവും. ഇവിടെ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, ചത്തുപോവും. ശരിയല്ല. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. कुछ नहीं भाई, ऐसे घूम के आया मैं. और ऊपर जा सकते हैं? मैं नेहरू प्लेस. यहाँ पे मैं पहले भी आया था, लेकिन आज सोचा इसके ऊपर जा सकते हैं. ऐसे ही आया मैं. नहीं है, वापस जाऊँ मैं? ठीक है, शुक्रिया. ये कौन सी प्लेस है? बलसवा है. ठीक है. വീട്ടിൽ ചെന്ന് കുളിക്കണം. കുളിക്കല്ല, മറ്റേ
അതിൻ്റെ മേലേക്ക് കയറാനായിട്ട് പിന്നെ ഞാൻ ശ്രമിച്ചില്ല. അല്ല മതി എനിക്ക്, ഇപ്പം തന്നെ ശ്വാസം കിട്ടാണ്ടേ ചത്തുപോയി എന്നാവും. Can't breathe. See, this is similar to the highest point, highest motorable road in India, and this is almost same. You can't breathe in either places. One place you get no air. This place you get air but not breathable. See, when I was going up, I was using എന്തായാലും കുളിക്കല്ല, ഒന്ന് വേറെ എന്തെങ്കിലും ചെയ്യണം. I had to do something more stronger than bathing. Just normal bath won't do. Maybe normal bath would do. Well, footage എന്തായാലും കുഴപ്പമില്ല. ഇനി വണ്ടിയൊക്കെ പഞ്ചറൊക്കെ അടിച്ച് അതും ഇതൊക്കെ ശരിയാക്കി അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഒരു ലോറി വന്നു കഴിഞ്ഞാൽ വിവരം മനസ്സിലാവും. പൊടിയുടെ 5 കളിയായിരിക്കും. ചത്തു എന്ന് പറയാവുന്ന രീതിയിലുള്ള അത്രയധികം if a truck comes up while I'm going down, it's almost like the end. I'll be covered in all the dust and fucks up. I hope my health will be okay because I already have many problems. Thought of standing up and riding. No good. I don't want to make this a entertaining place. Well, that's a way to change this place, but I don't know, not in a mood. Probably if I have more crew members and a whole lot of other permissions, I can turn this into a good off-road ground. Yeah, but no one cares. പിന്നിക്ക് നോക്കിയാൽ കാണാം മൊത്തം മറ്റേ പൊടിയായിരിക്കും പിന്നിൽ. മൂത്രമൊഴിക്കുക. നമുക്കാർക്കും വണ്ടി കാണിച്ചു തന്നില്ലേ? ഈ വണ്ടി റിവീൽ ചെയ്തിട്ടില്ലേ ഒരിക്കലും വീഡിയോസിൽ? I guess now that's the time.
ബ്രീത്ത് ചെയ്യാൻ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും ചെക്കനെ കാണിക്കാമല്ലോ. ജീവൻ രക്ഷിക്കാൻ പറ്റില്ലെങ്കിലും ചെക്കനെ കാണാം. എൻ്റെ മോനെ വണ്ടിയിൽ മൊത്തം ചെളിയായാലും മറ്റേ ഈച്ച വരണ ചെളിയായില്ലോ ഭഗവാനെ. ഈശ്വര എന്നെ കാത്തോളണേ ഭഗവാനെ. ഫാസ്റ്റ് ഗിയർ അതിൻ്റെ ഇവിടെയൊക്കെ വന്ന് താമസിക്കുകയാണെന്ന് വെച്ചാൽ ഹൈ ഇമ്മ്യൂണിറ്റി അടിക്കണ്ട. ഇതിൻ്റെ ഇടയിലൊക്കെ കിടന്ന് ജീവിച്ച പിന്നെ എങ്ങനെയാ ബാക്കി സ്ഥലത്ത് ജീവിക്കാൻ പറ്റാതിരിക്കുക? നമുക്ക് പിന്നെ ചിക്കൻ കഴിക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളുണ്ടാവും. ഭയങ്കര ചിക്കൻ കൊതിയുള്ള ആൾക്കാരൊക്കെ. എനിക്കും ചിക്കന് കൊതിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ if you are coming to this side, have a where you can buy some chicken. And that's the place. ഇത്ര അടുത്താണ് വീടുകളൊക്കെ. You know, I climbed a height which was collaboratively built by the many late and alive citizens of India that are specifically located in and around Delhi. അപ്പം അതിൻ്റെ ഇടയിലെടുത്ത് മേലെന്ന് വേസ്റ്റ് ഇടുന്നു. പക്ഷേ എന്താണ് നോക്ക് ഒന്നാമത്തെ സംഭവം, ഞാൻ കുറേ നേരമായി ഉമ്മിനീരാക്കിയിട്ട് ഒന്ന് തുപ്പണം. വെരി വെരി പേഴ്സണൽ തോട്ട്സ് ഗോയിങ് ഓൺ. നിങ്ങളോടും പറയേണ്ട ആവശ്യമില്ല. ബട്ട് I feel good. A point and a land where it makes you not even trust your own fluids. Yeah. ഇനി വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇത്ര മോശമൊന്നുമല്ല, അത്ര അധികം ആൾക്കാർ ഇവിടെ ജീവിക്കണല്ലേ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. മെനി പീപ്പിൾ ലിവ് ഹിയർ. അവൻ്റെ ഒരു കോട്ട. പോ തുള്ളി. ഈ കാണുന്ന ഒരു നഗരല്ലേ, നഗരത്തിൽ കുപ്പിക്കഴുത്ത് വഴിയത്. ഇവിടുന്നാണ് എല്ലാവരും കൂടി എത്തണത്. ഈ ഒരു ചെറിയൊരു നൂൽപ്പാലത്തിൽ കൂടിയാണ്.
ആ നൂൽപ്പാലത്തിൽ കൂടെ വരണ്ടവരൊക്കെ അതിൻ്റെ ഒരു കാര്യം. എന്തായാലും ഇനഫ് ടുഡേ. വഴിയൊക്കെ പോവാല്ലേ? ഒരുത്തൻ ജാതി ഇലക്ട്രിക് അയ്യോ. See, I'm silent on my way back because I can't open my mouth. It's horrible. ഇതെന്തത് വാട്ടർ ടാങ്കിൻ്റെ ഡിസ്പ്ലേയോ? നോക്കി എല്ലാ വീടിൻ്റെ മേലെയും. You know, those who love pickles, they will love balsa. I'll tell you that. Yeah, just that. Because you get the whole fermented feel. I'm very fortunate that I did flat tire. Yeah, very fortunate.